വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച. ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇതൊരു കോൺസ്പിറസി ആണോ അതോ ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണോ എന്ന്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പിൽ നിന്ന് നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത കുറെ ഇങ്ങനത്തെ കുറെ ന്യൂസുകൾ വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റും നമ്മുടെ നെതന്യാഹു ഉണ്ടല്ലോ ഇസ്രയേലിലെ, അപ്പൊ അവര് തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ട്രംപ് ഈ ഗാസയുടെ ഈ ബോംബിംഗ് ഒക്കെ നിർത്തണമെന്ന് ഇസ്രായേലിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ പോവുകയാണ്. കുറെ സമയമായില്ലേ ആ ഗാസയിൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയാൻ പോവുകയാണെന്ന് കുറച്ച് ന്യൂസുകൾ പല സോഴ്സിൽ നിന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു. ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അത് വിശ്വസിച്ചൊന്നുമില്ല. അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയിരിക്കും, അവർ തന്നെ സോൾവ് ചെയ്യും എന്ന് വിചാരിച്ചു. അപ്പൊ ഇതേ സമയത്ത് വേറൊരു ന്യൂസും കൂടെ വരുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഈസ് ഗെറ്റിംഗ് റെഡി ടു ഡു എ മാസീവ് സ്ട്രൈക്ക് ഇൻ ഇറാൻ. ഇറാനുമായിട്ട് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ഒക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഇസ്രായേൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എഗെയിൻസ്റ്റ് ഇറാൻ എന്നുള്ള ഒരു അൺകൺഫേംഡ് അല്ല എന്നാൽ കൺഫേംഡും അല്ല, അങ്ങനത്തെ കുറെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇസ്രായേലും അമേരിക്ക എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് അലൈസ് ആണ്. അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഒരാൾ യുദ്ധത്തിന് പോയാൽ വേറെ ഉള്ളവരെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഈ ഇലക്ഷനൊക്കെ ജയിച്ച തന്നെ ഈ യുദ്ധമൊക്കെ ഞാൻ നിർത്തി തരാം, ഈ യുക്രൈന് റഷ്യ ഞാൻ വന്നത് നിർത്തും, പിന്നെ ഇനി ഒരു യുദ്ധത്തിന് നമ്മൾ അമേരിക്കക്കാർ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇറാന്റെ അടുത്ത് യുദ്ധത്തിന് ഇസ്രായേൽ പോകണം, അതിന്റെ കൂടെ അമേരിക്ക ഉണ്ടാവും എന്നുള്ള വാർത്ത വന്നപ്പോ തൊട്ട് ഈ ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം പാർട്ടി ഉണ്ടല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടി, അതിൽ തന്നെ ആൾക്കാർ രണ്ട് സൈഡായി. ഒരു ടീം പറയുന്നത് നമ്മൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കണം, നമ്മുടെ ഭയങ്കര സപ്പോർട്ടേഴ്സ് ആണ് അവർ എന്ത് ചെയ്താലും നമ്മൾ അവരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. വേറൊരു ടീംസ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളല്ലേ യുദ്ധത്തിനൊക്കെ എതിര് നിന്ന ആള്, നിങ്ങൾ അത് പറഞ്ഞിട്ടല്ലേ വോട്ട് വാങ്ങിച്ചത്, ഇനി നിങ്ങൾ വേറെ ഈ ഉക്രൈൻ റഷ്യയൊക്കെ വിട്ടു, ഇനി നിങ്ങൾക്ക് വേറെ യുദ്ധത്തിന് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണോ, എന്താണ് ട്രംപ് ആശാനെ നിങ്ങൾ പറയുന്നത് എന്ന് പറയുന്ന വേറൊരു ആൾക്കാർ. അപ്പോഴാണ് അങ്ങനെ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അമേരിക്കയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള വാഷിംഗ്ടൺ DC-യിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്കൻ ടൈം 9 മണിക്ക് വാഷിംഗ്ടണിലെ ജൂയിഷ് മ്യൂസിയത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഇസ്രായേൽ എംബസിയിൽ വർക്ക് ചെയ്യുന്ന 2 ആൾക്കാരെ ഒരാൾ വെടിവെച്ച് കൊല്ലുകയാണ്. വെടിവെച്ച് കൊല്ലുന്ന ആള് ഫ്രീ പാലസ്തൈൻ എന്നുള്ള ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. പക്ഷെ ഈ വാർത്ത ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എങ്ങനെ അറിയോ, ഇനി അമേരിക്കയ്ക്ക് ബാക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം ഇനി ഒന്നും പറയാനില്ല. ഓക്കെ, യുദ്ധമെങ്കിൽ യുദ്ധം, ഇനി ഇസ്രായേൽ ആർക്കാണ് തകർക്കേണ്ടത് അവരിനൊക്കെ പോയി യുദ്ധം ചെയ്യുക എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുമല്ലോ, ആ ഒരു സെന്റിമെന്റ്സ് അങ്ങനെ ആവും. അതോ ഇത് ഒരു റയർ ഒരു കോയിൻസിഡൻസ് മാത്രമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ കോൺസ്പിറസിക്കാർ ചുമ്മാ ഓരോന്ന് പറയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ?